ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുജീബ് സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബ്, ഷമീം സാഹിബ്, മറ്റു സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് മനുഷ്യർ, ആ സൃഷ്ടാവിനെയാണ് മനുഷ്യർ ആരാധിക്കേണ്ടത്. നേർച്ചകളും വഴിപാടുകളും ഉപാസനകളും പ്രാർത്ഥനകളുമെല്ലാം ആ ഒരൊറ്റ ദൈവത്തിനാണ് നൽകേണ്ടത്, സമർപ്പിക്കേണ്ടത്. അതിനൊരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്താധികാരങ്ങളും ആ ശക്തിക്കാണ്. അവനോടല്ലാതെ മറ്റൊരാളോട് ചോദിച്ചതുകൊണ്ടൊരു കാര്യവുമില്ല, അവർക്കാർക്കും അധികാരമില്ല. രണ്ടാമത്തേത്, അങ്ങനെ ചോദിക്കുക എന്നത് വലിയ തെറ്റായി ദൈവം കണക്കാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നിയമം, എന്താണ് നിയമവിരുദ്ധം, ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ എന്താണ് ഹലാൽ, എന്താണ് ഹറാം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. ഈ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. പ്രവാചകന്മാർ ആഗതമായ സമൂഹങ്ങൾക്കെല്ലാം രണ്ട് പിഴവുകൾ, വ്യതിചലനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഏകനായ ദൈവമല്ലാത്ത, അല്ലാഹുവല്ലാത്ത പല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് ആരാധനയുടെ പലതരം രൂപങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു. മറ്റൊന്ന്, ജീവിതത്തിലെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ദൈവമാണെന്ന് അവരംഗീകരിച്ചിരുന്നില്ല. ഇതിന് ഖുർആനിൽ എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളും പറയുന്ന ഖുർആനിലെ ഉദാഹരണമാണ്, ഒന്നിച്ചു പറയുന്ന ഉദാഹരണമാണ് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ഷുഐബ് നബിയോട് ചോദിച്ച ചോദ്യം. യാ ഷുഐബു അസലാത്തുക തഉമുറുക അൻ നത്റുക മാ യഅബ്ദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിന മാ നശാ. ഷുഐബേ, നിൻ്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രപിതാക്കൾ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ വെടിയണമെന്നും ഔ അൻ നഫ്അല ഫീ അംവാലിന മാ നശാ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നും നിന്നോട് കൽപ്പിക്കുന്നത് നിൻ്റെ നമസ്കാരമാണോ? അപ്പോൾ അവർക്ക് ഒരു നമസ്കാരം പരിചയമുണ്ട്. അത് പ്രപിതാക്കൾ ആരാധിച്ചിരുന്നതിന് ആരാധിക്കുന്ന നമസ്കാരമാണ്. മറ്റൊന്നത് അവരുടെ സമ്പത്തിൽ ഇടപെടാത്ത നമസ്കാരമാണ്. അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം പുലർത്തിയിരുന്നവരായിരുന്നു. മറ്റൊന്ന്, വഴിക്കൊള്ള നടത്തിയിരുന്നവരായിരുന്നു. വഴിയിൽ ഒരു കച്ചവട സംഘങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ അധിവസിച്ചിരുന്ന സമൂഹമാണവർ. ഇത് ചെയ്യരുത് എന്നതല്ല ഷുഐബ് നബിയുടെ പ്രബോധനത്തിൻ്റെ ഒന്നാമത്തെ പാഠം, അല്ലെങ്കിൽ അതിൻ്റെ അസ്വിൽ അതല്ല. ഇത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ, നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കല്ല, നിങ്ങളുടെ നാട്ടുനടപ്പുകൾക്കല്ല, കീഴ്വഴക്കങ്ങൾക്കല്ല, നിങ്ങളുടെ യുക്തിക്കല്ല, അള്ളാഹുവിനാണ്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ പാടില്ല, കാരണം ഇത് തെറ്റാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതിന് ഈ ന്യായത്തിന് പുറമെ അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത് എന്നതിന് വേറെയും ഒരുപാട് ന്യായങ്ങൾ ഇത്തരം ഓരോ കാര്യത്തിലും പ്രവാചകന്മാർ പറയുന്നത് കാണാൻ കഴിയും. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരായിരിക്കും, അങ്ങനെ ഒരു പരാമർശം ഖുർആനിൽ ഇല്ലെങ്കിലും. മറ്റൊന്ന്, അവർ ലിവാത്ത്, സ്വവർഗ ലൈംഗികത ചെയ്യുന്നവരായിരുന്നു. അവർ ഈ പ്രവാചകന്മാരുടെ സമൂഹങ്ങളൊക്കെ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് അംഗീകരിച്ചിട്ട് പിന്നെ അബദ്ധത്തിൽ അത് ചെയ്യുന്നവരാണ് എന്നതല്ല. ഒരു തെർബിയ പ്രശ്നത്തെയല്ല പ്രവാചകന്മാർ അഭിമുഖീകരിച്ചത്, മറിച്ച് ഇത് ശരിയാണെന്നാണ് അവർ കരുതുന്നത്. അവരുടെ മൂല്യബോധം, അതിലാണ് പ്രവാചകന്മാർ ഇടപെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് പറയേണ്ടത് അള്ളാഹുവാണ്. ശരീരത്തിൻ്റെ ഉടമസ്ഥൻ മനുഷ്യരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയല്ല, അള്ളാഹുവാണ്. അള്ളാഹു ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. യോമാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ
ലോകത്ത് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണിത്. അല്ലെ, മനുഷ്യർക്കിടയിൽ നടപ്പില്ലാത്ത, മനുഷ്യർക്ക് പരിചിതമല്ലാത്ത കാര്യമാണ്. മനുഷ്യൻ്റെ പ്രകൃതത്തിനെതിരാണ്. മനുഷ്യ പ്രകൃതിക്ക് വേണ്ടി, ആണിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് പെണ്ണാണ് എന്നൊക്കെ ഖുർആൻ പ്രവാചകൻ ലൂത്ത് നബി പറഞ്ഞതായിട്ട് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇനി എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. നമ്രൂദും ഫിർഔനും ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈജിപ്തിൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്, ബനു ഇസ്രായേലികളോട് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അതെൻ്റെ അധികാരമാണ് എന്നതാണ് ഫിർഔനിൻ്റെ വാദം. അതല്ല, അക്കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് അല്ലാഹുവാണ് എന്നതാണ് മൂസാ അലൈഹിസ്സലാം മുന്നോട്ട് വെച്ച വാദം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാദപ്രകാരം ബനു ഇസ്രായേലികളെ അടിച്ചമർത്താൻ ഫിറൗന് അവകാശമുണ്ട്. മറ്റൊരു വാദപ്രകാരം മൂസാ അലൈഹിസ്സലാമയുടെ വാദം അതിനെ അസ്ലായി സ്വീകരിച്ചാൽ ബനു ഇസ്രായേലികളെ മോചിപ്പിക്കണം. അർസിൽ മാന ബനി ഇസ്രായേൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ബനു ഇസ്രായേലികളെ അടിച്ചമർത്തണമോ മോചിപ്പിക്കണമോ എന്നതല്ല അടിസ്ഥാന തർക്കം. ഇത് പറയേണ്ടത്, ഇത് തീരുമാനിക്കേണ്ടത് ഫിർഔനാണോ അല്ലാഹുവാണോ എന്നതിലാണ് അടിസ്ഥാന തർക്കം. വേറെയും ഉദാഹരണങ്ങൾ. ഇപ്പോൾ നമ്രൂദ്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക. ഇത് ഫിറഔൻ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അല്ലേ, അലൈസലീ മുൽക്കു മിസ്ർ, മിസ്റിൻ്റെ അധികാരം എനിക്കല്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, നീലനദിയും വെള്ളനദിയും ഒക്കെ ഒഴുകുന്നത് എൻ്റെ അധികാരത്തിന് കീഴിലല്ലേ? അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അല്ലാതെ ഫിറഔൻ ദൈവാണെന്ന് പറയുന്നത് എന്നെയാണ് ആളുകൾ ആരാധിക്കേണ്ടത് എന്ന അർത്ഥത്തിലല്ല. ഫിറഔനും ആരാധിക്കുന്ന ദൈവങ്ങൾ അവിടെ വേറെയുണ്ട്. അല്ലേ, സൂറത്ത് ആറാഫിൽ അതദറു മൂസാ വ ഖൗമഹു ലിയദറക വ ആലിഹതക എന്ന് ഫിറഔൻ്റെ ദർബാറിൽ ഫിറഔനിൻ്റെ ആളുകൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ മൂസയെയും ആളുകളെയും ഉപേക്ഷിക്കുകയാണോ? നിന്നെ ഉപേക്ഷിക്കാനും നിൻ്റെ ദൈവങ്ങളെ ഉപേക്ഷിക്കാനും. അപ്പം ഫിറൗൻ ആരാധിക്കുന്ന ദൈവങ്ങൾ വേറെയുണ്ട്. ഫിറൗൻ റബ്ബാണെന്ന് പറയുന്നത് ഇവിടെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന അർത്ഥത്തിലാണ്. നമ്രൂദും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും തമ്മിലുള്ള സംഭാഷണം ഖുർആൻ ഉദ്ധരിക്കുന്നു. അലം തറയിലല്ലദീ ഹാജി ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. അള്ളാഹു അധികാരം കൊടുത്തൊരുത് നീ കണ്ടില്ലേ? ഇബ്രാഹിം നബിയോട് അവൻ നിൻ്റെ റബ്ബാരാണെന്ന് ചോദിക്കുന്നു. ഇബ്രാഹിം നബി റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്ത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലേ, ഫിറൗൻ പറയുന്നതിന് സമാനമായൊരു ആശയമാണ്. ഇന്നാട്ടിൽ ആര് ജീവിക്കണം ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇബ്രാഹിം നബി പറയുന്നു, റബ്ബി അല്ലദീ യഅ്തി ശംസ മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നവനാണ്. ഇബ്രാഹിം നബി പറയാണ്, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നീ റബ്ബാണെങ്കിൽ അത് തിരിച്ച് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് നമ്രൂദ് ഒരിക്കലും സൂര്യനെ ഇപ്പോൾ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നത് ഞാനാണ്, നിനക്കൊരു റബ്ബുണ്ടെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ച് കാണിക്കുക എന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു അവകാശവാദം, സൂര്യോദയാസ്തമയങ്ങളുടെ ഉടമ ഞാനാണെന്ന അവകാശവാദം നമ്രൂദിനില്ല. നാട്ടിലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്രൂദി പറയുന്നത്. അപ്പോൾ ഇത് ജീവിതവുമായും ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു കാര്യത്തിലെ ശരിയെന്താണ് തെറ്റെന്താണ്, ചെയ്യാൻ പാടുള്ളത് എന്താണ് പാടില്ലാത്തതെന്താണ്, ഒരു രാഷ്ട്രകാര്യമൊന്നുമല്ല. ബേസിക്കലി ഇത് വളരെ അടിസ്ഥാനപരമായ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കാര്യമാണ്, കുടുംബകാര്യമാണ്, സമ്പദ് വ്യവസ്ഥയുടെ കാര്യമാണ്, സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ എല്ലാം ഇടത്തുമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. 1947 ഏപ്രിൽ പാറ്റ്നയിൽ നടന്ന ജമാഅത്തിൻ്റെ മധ്യേന്ത്യാ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പങ്കെടുത്തു. അത് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ വിവാദമായി. അപ്പോൾ ഗാന്ധിയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു, അവർ പറയുന്നത് ഒരൊറ്റ ദൈവമാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത്, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അല്ലേ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യമാണത്. അതാണ് അന്ന് ജമാഅത്ത് സമ്മേളനത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ടാകുക. അത് കേട്ടിട്ടാണ് ഗാന്ധി അത് പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അത് സാധുക്കളുടെ സമ്മേളനമാണ്, ഭിക്ഷയാചിക്കുന്ന സാധുക്കളുടെയല്ല, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്ന് പറയുന്ന സാധുക്കളുടെ, സാധു എന്ന് പറഞ്ഞാൽ സന്യാസി, അവരുടെ സമ്മേളനമാണ്. ഇനിയും അവർ വിളിച്ചാൽ കാൽനടയായിട്ടെങ്കിലും ഞാൻ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് ഗാന്ധി പറഞ്ഞു. അപ്പോൾ
എന്താണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്നും എന്താണ് അതിൻ്റെ പ്രവർത്തന മാർഗമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി എന്നതാണ് ഇതിൻ്റെ കാര്യം. ഈ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രബോധനം ചെയ്യുന്നത്. ഇത് വളരെ മാനവികമായ ഒരാശയമാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെന്തോ ഒരു അപകടം പിടിച്ച ആശയമല്ല. ഇനി ഒരാൾ ഇസ്ലാമൊന്നും വിശ്വസിക്കുന്നില്ല, മുസ്ലിം അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ മാനവികമായ ആശയമാണ്. കാരണം ആളുകളുടെ എപ്പോഴുള്ള കുഴപ്പം എന്താണ്? മനുഷ്യരെപ്പോഴും തങ്ങളുടെ എൻ്റെ താല്പര്യം, പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യം, എൻ്റെ സമുദായത്തിൻ്റെ താല്പര്യം, എൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം, ഈ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയും. എപ്പോഴും ഇൻ ഗ്രൂപ്പിൻ്റെ താല്പര്യം വെച്ചാണ് നമ്മൾ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. അത് മിക്കപ്പോഴും പക്ഷപാതിത്വമുള്ളതായിരിക്കും. ന്യായം നീതിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എൻ്റെ താല്പര്യം അതാണ്, എൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യം അതാണ്, എൻ്റെ നാടിൻ്റെ താല്പര്യം അതാണ്, രാഷ്ട്രത്തിൻ്റെ താല്പര്യം അതാണ്, അതുകൊണ്ട് അതാണ് ശരി, അല്ലേ? ഇതാണ് ലോകത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അല്ലാതെ ആളുകൾക്ക് നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ലോകത്ത് കുഴപ്പം തീരും. എന്താണ് ഇസ്ലാം പറയുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി ഊന്നി പറയുന്നത്? എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നത് എൻ്റെ താല്പര്യം എന്താണ് എന്ന് വെച്ചല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യം എന്താണ് എന്നത് വെച്ചല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ സമുദായത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ താല്പര്യം എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കേണ്ടത്. മറിച്ച് എന്താണ്? ശരിയെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും നീതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും വളരെ മനുഷ്യനെ ഇത്തരം എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന, മനുഷ്യരെ മാനവികരാക്കുന്ന, കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും താല്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കും. അത് നീതിയാണ്, അത് ന്യായമാണ്. സമുദായത്തിൻ്റെ താല്പര്യം എന്ന് പരിഗണിക്കുന്നവർക്ക് നീതി ന്യായം നോക്കേണ്ടതില്ല, സമുദായത്തിൻ്റെ താല്പര്യമാണോ എന്ന് നോക്കിയാൽ മതി. രാജ്യത്തിൻ്റെ താല്പര്യം വെച്ച് ചിന്തിക്കുന്നവർക്ക് നീതി ന്യായവും നോക്കേണ്ടതില്ല, രാജ്യ താല്പര്യം എന്ന് നോക്കിയാൽ മതി. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ അത് ഇതിനെയൊന്നും ബേസ് ചെയ്തിട്ടല്ല ഉള്ളതല്ല, അത് ന്യായത്തെയും നീതിയെയും എല്ലാ മനുഷ്യരെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കൽപ്പനയാണ്. അപ്പോൾ എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്നും മനുഷ്യരെ മാനവികതയിലേക്ക്, വിശ്വമാനവികതയിലേക്ക്, മൊത്തത്തിലുള്ള മനുഷ്യൻ എന്നതിലേക്കും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർ, അതാണ് വിശ്വമാനവികത എന്ന് പറയുന്നത്, അതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പ്രബോധനം ചെയ്യുന്നത്. അത് ആളുകൾക്ക് സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം, അത് സംവാദാത്മകമാണ്, ഡിബേറ്റബിളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ഇതാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം ആദർശമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായി ഒരു ആദർശവുമില്ല. ഇസ്ലാമിന് എന്ത് ആദർശമാണോ ഉള്ളത് അത് സമൂഹത്തോട് പറയുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ ഈ രണ്ട് ഡയമെൻഷനുകളാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയും കാലത്തിൻ്റെ ഭാഷയിൽ ആളുകളോട് പറയുന്നത്. രണ്ടാമത്തത് ലോകത്ത് നന്മ സ്ഥാപിക്കുക, തിന്മ വിപാടനം ചെയ്യുക. ആദ്യം പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമാണ്. രണ്ടാമത്തത് ആദർശത്തിൽ നിന്നുകൊണ്ട് ആദർശ പ്രബോധനം. ജമാഅത്തെ ഇസ്ലാം ഒരു പ്രബോധന പ്രസ്ഥാനം മാത്രമല്ലല്ലോ, അതൊരു പലതരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ കർമ്മങ്ങളുടെ എന്ത് കർമ്മമാണ് നമ്മൾ ഈ ചെയ്യുന്നത്? അല്ലെ, ഒരാൾ നമ്മളോട് നിങ്ങൾ എന്ത് കർമ്മമാണ് ഈ ചെയ്യുന്നത്? ആൾ പറയുന്നു നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ചിലത് അടവ് നയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളുടെയും അടിസ്ഥാനം നന്മ സ്ഥാപിക്കുക. നന്മ എന്ന് പറയുന്നതിൽ നീതിയുണ്ട്, സദാചാരമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നന്മകളും ഇസ്ലാം നല്ലതായി പഠിപ്പിച്ച, അള്ളാഹു നല്ലതെന്ന് പഠിപ്പിച്ച, അള്ളാഹു നല്ലതെന്ന് പഠിപ്പിച്ചതൊക്കെ ത്വയ്യിബാത്തുകളാണ്. അള്ളാഹു മോശമെന്ന് പഠിപ്പിച്ചതൊക്കെ ഹബായിസുകൾ. ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, ഹബായിസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ നന്മകളെയും സമൂഹത്തിൽ സ്ഥാപിക്കുക, എല്ലാ തിന്മകളെയും വിപാടനം ചെയ്യുക. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മിഷൻ എന്ന് പറയുന്നത്. ഇതും എല്ലാ മനുഷ്യർക്കും ഉപകാരമുള്ളതാണ്. ഇപ്പം നീതി സ്ഥാപിക്കുക, നീതി ഒരു വലിയ നന്മയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി കണ്ടുപിടിച്ചൊരു കാര്യമല്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ആദർശം എന്ന് പറഞ്ഞു, ഇസ്ലാമിൻ്റെ ആദർശമാണത്. അതുപോലെ നന്മ സ്ഥാപിക്കുക, തിന്മ വിപാടനം ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മിഷനായിട്ടുള്ള പറഞ്ഞ കാര്യമാണ്. അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം കാര്യമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ ദൗത്യമാണത്. അതൊരു ഉമ്മത്ത് യഥാവിധി പല കാരണങ്ങളാൽ നിർവഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി ഒരു സംഘം ഉണ്ടാവുന്നു എന്നത് മാത്രമാണ്.
അപ്പോൾ എല്ലാ നന്മകളും സ്ഥാപിച്ചെടുക്കുക, എല്ലാ തിന്മകളെയും സാധ്യമാകുന്ന രീതിയിൽ വിഭാടനം ചെയ്യുക എന്നതാണ്. അപ്പോൾ നീതി ഒരു നന്മയാണ്. ഇപ്പോൾ സമൂഹത്തിൽ നീതി സ്ഥാപിച്ചാൽ അത് എല്ലാവർക്കും ഗുണകരമാണ്, അതാർക്കും എതിരായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ ഭക്ഷണം നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഭക്ഷണം ലഭ്യമാവുക, ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആളുകൾ ഇത് അടവ് നയമാണ് എന്ന് പറയുന്നത്. ഇത് അടവ് നയമാണെന്ന് പറയുന്നവർ ഒരു വട്ടമെങ്കിലും ഖുർആൻ വായിച്ചു നോക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് അടവ് നയമാകണമെങ്കിൽ ഇത് ഖുർആനിലൊന്നും ഇല്ലാത്തൊരു കാര്യം വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗായി കൊണ്ടുവരുന്നു. വിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ ഭക്ഷണം എത്ര എത്ര സ്ഥലങ്ങളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഈ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്നതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അഗതിക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണെന്നല്ല, അഗതിയുടെ ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാത്തവരാണ്. മൂന്ന് കാര്യമുണ്ട് അവിടെ. പ്രേരിപ്പിക്കാത്തവരാണ് എന്നാണ്. അപ്പോൾ അഗതിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുഹമ്മദിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എന്താ? അത് എൻ്റെ വീടാണ് അല്ലേ, അവിടെ അത് എൻ്റെതായിരിക്കുക എന്നത് എൻ്റെ റൈറ്റാണ്. അപ്പോൾ ഇത് അഗതിയുടെ ഭക്ഷണമാണ്, നിങ്ങളുടെ ആരുടെ ഔദാര്യമല്ല. അവൾക്ക് ന്യായമായും കിട്ടേണ്ട അവരുടെ റൈറ്റാണത്. പിന്നെ അവർ കൊടുക്കാത്തവരാണെന്നല്ല പറഞ്ഞത്. അഗതിക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് എപ്പോഴും എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ വലാ യഹുല്ലു, അതിന് പ്രേരിപ്പിക്കാത്തവരാണ്, അതൊരു അജണ്ടയല്ലാത്തവരാണ്. പിന്നെ മുസ്ലിമായ അഗതിക്ക് എന്നല്ല പറഞ്ഞത് അല്ലേ, അഗതി കോമണാണ്. അഗതിക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്. അപ്പോൾ യംനഊനൽ മാഉൻ, ചെറിയ ചെറിയ ഉപകാരങ്ങൾ പോലും നിഷേധിച്ച് കളയുന്നവരാണ്. മനുഷ്യർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, ഇതൊക്കെ മക്കയിൽ അവതരിച്ച ആയത്തുകൾ കൂടിയാണ്. വിശ്വാസികളുടെ സവിശേഷതയായിട്ട് പറയുന്നു, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ നിസ്കരിക്കുന്നവരാണ് എന്ന് മാത്രമല്ല പറയുന്നത്. അവരുടെ തിലകക്കുറി എന്താണ്? അവർ ഭക്ഷണം നൽകുന്നവരാണ്. അഗതിക്ക്, അനാഥക്ക്, ബന്ദിക്ക്. ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ അസീർ അല്ലേ, ബന്ദി. അന്ന് മക്കയിൽ മുസ്ലിമായ ഒരൊറ്റ ബന്ദിയില്ല. കാരണം ഇസ്ലാം അന്ന് യുദ്ധത്തിൽ കക്ഷിയല്ല, അതുകൊണ്ട് തന്നെ ബന്ദിയില്ല. ബന്ദിയുള്ളത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്, അവർ തമ്മിലാണ് യുദ്ധങ്ങളുള്ളത്. അപ്പം ബന്ദിയായ എല്ലാവരും മുസ്ലിങ്ങളല്ലാത്തവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ വാക്കുകളെല്ലാം പറയുന്നത്. മാസലക്കും സക്കർ, എങ്ങനെയാണ് നിങ്ങൾ നരകത്തിലെത്തിയത്? നിസ്കരിച്ചിട്ടില്ല, ലം നകു മിനൽ മുസല്ലീൻ, നിങ്ങൾ നിസ്കരിക്കാത്തവർ. ഇത് ദുനിയാവിലെല്ലാം കഴിഞ്ഞ്, വിപ്ലവവും എല്ലാം കഴിഞ്ഞ് എവിടെ എത്തുകയാണ്? പരലോകത്തെത്തിയിട്ട് അള്ള ഈ പരിപാടി വിടുന്നില്ല, ഈ അജണ്ട അള്ള ഉപേക്ഷിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ ഒരു സുസ്ഥിര അജണ്ടയാണിത്. ഞങ്ങൾ നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക് അന്നം കൊടുക്കാത്തവരായിരുന്നു. അഗതിക്ക് അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആളുകൾക്ക് പട്ടിണി ഇല്ലാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തൽ കൂടിയാണ്. ഇതിൽ വിശ്വാസം പ്രശ്നമല്ല എന്നതിന്, വിശ്വാസം ഇസ്ലാമിൻ്റെ ഇതിൻ്റെ ഒരു പരിഗണനയല്ല എന്നതിന് വിശുദ്ധ ഖുർആനിൽ എത്രയോ തെളിവുകളുണ്ട്. അത് പറഞ്ഞാൽ അതിനൊരു വിഷയാവതരണത്തിന് മാത്രമുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഹാദാ ബലദൻ ആമിന, പഠിച്ചവനെ ഈ നാടിനെ നീ നിർഭയത്തുള്ള നാടാക്കണം. വർദുഖ് അഹ്ലഹു മിനസ് സമറാത്തി മിൻഹും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ നാട്ടിലെ വിശ്വാസികളായ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണം അല്ലേ. ഒരു പ്രാർത്ഥനയുടെ അകത്ത് അള്ളാഹ് ഇടപെടുകയാണ്. അങ്ങനെ ഖുർആനിലെ ഏക അനുഭവം അതായിരിക്കും. അള്ളാഹ് പറഞ്ഞു, കാലം അങ്ങനെയല്ല, ആർക്കും ഭക്ഷണം കൊടുക്കണം, വിശ്വാസി അല്ലാത്താർക്കും ഭക്ഷണം കൊടുക്കണം. ഭക്ഷണത്തിന് മതമില്ല എന്നതെന്തോ ഒരു പുതിയ മുദ്രാവാക്യമല്ല, അതൊരു മതരഹിത മുദ്രാവാക്യമല്ല, അതൊരു ഇടതുപക്ഷ മുദ്രാവാക്യമല്ല, അത് ഖുർആൻ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് അല്ലേ. അവരെ പിന്നെ നാം നരകത്തിലേക്ക് തള്ളും എന്നാണ് പറയുന്നത്. അഥവാ നരകമുറപ്പുള്ള ആൾക്ക് പോലും ദുനിയാവിൽ ഭക്ഷണം കിട്ടണം. റിസ്ക് എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമല്ല, ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവമാണ്. ഒരാൾക്ക് നല്ല ഭക്ഷണം കിട്ടും, ഒരു കുഴപ്പമില്ല, ഉടുക്കാൻ തുണിയില്ല, ഒരു രക്ഷയില്ല, ഉടുക്കാനേ പറ്റൂല, പക്ഷെ ഭക്ഷണം ആരോ ഇങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കും എന്നതല്ലേ പറയുന്നത് അല്ലേ. അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കുക, വിദ്യാഭ്യാസവും ചികിത്സയും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുക എന്നതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാ മൂല്യങ്ങളെയും, ഇപ്പോൾ
എല്ലാ മതങ്ങൾക്കും മനുഷ്യൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇതൊരു മൂല്യമാണ്, ഇതൊരു മഅറൂഫാണ്, ഇതൊരു നന്മയാണ്. ഇത് ലോകത്ത് സ്ഥാപിക്കണം അല്ലേ? എല്ലാവരെയും പിടിച്ച് ഇസ്ലാമാക്കൽ എന്തോ ഒരു നന്മയാണ്. നമുക്കിപ്പോൾ സാധിക്കാത്തതുകൊണ്ടാണ്. സാധിക്കുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്, നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ അതാണ് എന്നത് വളരെ തെറ്റായ കാര്യമാണ്. മറിച്ച് എല്ലാവർക്കും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള അന്തരീക്ഷമുണ്ടാക്കലാണ് മഅറൂഫ്. അതാണ് ഈ ലോകത്ത് സ്ഥാപിതമാകേണ്ടത്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിലൊരു ബലപ്രയോഗവുമില്ല അല്ലേ? ബലപ്രയോഗിക്കാമെങ്കിൽ ഏറ്റവും പ്രയോഗിക്കാവുന്ന ഇതിലാണ്. ഇത് അള്ളാൻ്റെ ദീനാണ്, സത്യമാണ്, അതിൽ ബലപ്രയോഗമില്ല. ബലപ്രയോഗമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിത്തീരേണ്ടത്. എല്ലാ വിശ്വാസങ്ങൾക്കും ആ വിശ്വാസങ്ങളോട് ഇസ്ലാമിന് ആദർശപരമായ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുണ്ടായിരിക്കെ തന്നെ അവർക്ക് നിലനിൽക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ടാണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള സൂറത്ത് ഹജ്ജിലെ 39-40 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഇതിനെല്ലദീന യുഖാത്തിലൂന ബിഅന്നഹും ദുലിമു അല്ലേ, നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നു, നിങ്ങൾ ആക്രമിക്കപ്പെട്ടവരാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അവരുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അന്യായമായിട്ട് പുറത്താക്കപ്പെട്ടവരാണ്. അവർ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പുറത്താക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന് എന്തിനാ ഒരു കൂട്ടരെ പുറത്താക്കുന്നതാണ് ചോദ്യം അല്ലേ? അള്ളയാന്ന് ഒരു കൂട്ടർക്കും ലാത്തയോ ഉസ്സയോ മനാത്തയാണെന്ന് പറയാൻ വേറൊരു കൂട്ടർക്കൊക്കെ അവകാശമുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹ് പറയാണ് വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദുഹും ബിബഅദ്. അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ, കോണ്ടക്സ്റ്റിലെ അർത്ഥം മദീനയിലെ വിശ്വാസികളെ കൊണ്ട് മക്കയിലെ ഖുറൈശികളെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ലഹുദ്ദിമത്ത് തകർക്കപ്പെട്ടു പോകും. സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു. ജൂതന്മാരുടെ സിനഗോഗ്, ക്രിസ്ത്യാനികളുടെ പള്ളി, മഠങ്ങൾ, മുസ്ലിങ്ങളുടെ പള്ളി, ഇതൊക്കെ തകർക്കപ്പെട്ടു പോകും. സിനഗോഗിനോടും മഠത്തോടും ക്രിസ്ത്യൻ പള്ളിയോടും ദൈവശാസ്ത്രപരമായ നിരവധി വിയോജിപ്പുകൾ ഇസ്ലാമിനുണ്ട്. അത് ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല അല്ലേ? ഖുർആൻ അവതരിച്ച് തന്നെ ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. അത് തിയോളജി, അത് ആദർശം, ദർശനം, അതിൽ സംവാദമാണ്. പക്ഷെ ഭൂമിയിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്കും നിലനിൽക്കാൻ അധികാരമുണ്ട്. അത് അള്ളാഹ് കൊടുത്ത അധികാരമാണ്. അത് സംരക്ഷിക്കലും കൂടിയാണ് മഅറൂഫ്. അത് ലോകത്ത് സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം അല്ലേ? ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് എപ്പോഴും ആ മതത്തിൻ്റെ രാഷ്ട്രം ഒന്ന്, രണ്ട് അതല്ലാത്ത ആർക്കും ഒരു അവകാശവുമില്ലാത്ത രാഷ്ട്രം, ആ മതത്തെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കൽ, ഇതിനെക്കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ ഇസ്ലാമിലെ പരിപാടിയില്ല. ജമാഅത്തെ ഇസ്ലാമിയിൽ അതില്ലാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായൊരു ആശയവും ആദർശവുമില്ല. ഇസ്ലാം എന്താണോ അതാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്, അതിലൊന്നും കൂട്ടാതെ കുറക്കാതെ. ഇസ്ലാം അതിൻ്റെ മതം ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നല്ല, ഒരു പടി കൂടി കടന്ന് എല്ലാ മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ വെച്ചു പുലർത്താൻ, സംരക്ഷിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ അധികാരമുണ്ട്. അതിൻ്റെ അർത്ഥം അതൊക്കെ ശരിയാണെന്ന് ഇസ്ലാം അംഗീകരിക്കുന്നു എന്നാണോ? അല്ല, അതിനോടൊക്കെ വിയോജിപ്പുണ്ട്, ഡിബേറ്റുകളുണ്ട്. അത് ഡിബേറ്റാണ്, സംവാദമാണ്. അവർക്ക് നിലനിൽക്കാൻ അധികാരമുണ്ട്. ആ അധികാരത്തെ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക സമൂഹവും എല്ലാം സംരക്ഷിക്കും, ചരിത്രത്തിലുടനീളം സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം അതൊരു മഅറൂഫാണ്, അതൊരു ദൈവനീതിയാണ്. അത് അടിസ്ഥാനപരമായി അള്ളാഹു നൽകിയ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഇസ്ലാം നിലകൊള്ളുന്നത്, ജമാഅത്തെ ഇസ്ലാമിയും നിലകൊള്ളുന്നത്. സ്ത്രീകളുടെ സുരക്ഷ ഒരു വലിയ മഅറൂഫാണ് അല്ലേ? ഇസ്ലാമിൻ്റെ ഇത് ഇന്ന് ആധുനിക കാലത്ത്, സ്ത്രീ സ്വാതന്ത്ര്യം പുഷ്കലമായൊരു കാലത്ത്, ഫെമിനിസം ശക്തിപ്പെട്ടൊരു കാലത്ത് നമ്മൾ കയ്യിൽ വേറെ എവിടുന്നോ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതോ അല്ല. ഇതിൻ്റെ തുടക്കം മുതലേ അങ്ങനെയാണ് അല്ലേ? ഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് ഹജ്ജ് ചെയ്ത് വന്ന് തിരിച്ചു പോകുന്നൊരു കാലം വരും. സ്ത്രീ സുരക്ഷയാണ്, സ്ത്രീ സുരക്ഷയാണ് ഇതിൻ്റെ ലക്ഷ്യം അല്ലേ? മുസ്ലിം സ്ത്രീയുടെ മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെയും സുരക്ഷ എന്നതാണ്. ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത്. വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞാൽ അല്ലേ, മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു, മുസ്ലിമിനെ ആദരിച്ചിരിക്കുന്നു എന്നല്ല, എല്ലാ മനുഷ്യരെയും ആസ് എ മാൻ എന്ന നിലക്ക് തന്നെ മനുഷ്യൻ ആദരവുണ്ട്. ദസ്തോവ്സ്കി പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ജനിച്ചവരാണ് എല്ലാ മനുഷ്യരും. മാനവികത യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ടായ സംഗതിയാണെന്നൊക്കെ പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ചൊന്നും പഠിച്ചു നോക്കാത്തതുകൊണ്ടാണ്. ദൈവം മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ എന്ത് മാനവികതയാണ്, മാനവികത ഇത്രയും പുരോഗമിച്ച കാലത്തും പറയാനുള്ളത്?
യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ക്ലാസ്സിൽ 1, 2, 3 ഒക്കെ നമ്പർ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം 1 2-നേക്കാൾ മികച്ചതാണെന്നോ 2 1-നേക്കാൾ മികച്ചതാണെന്നോ അല്ലല്ലോ, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. മേൽവിലാസങ്ങളാണ്. അതില്ലേ നമുക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല, കത്തയച്ചാൽ കിട്ടൂല, എന്നാണ് പ്രശ്നം. അപ്പോൾ സാഹോദര്യം, സ്ത്രീയിലേക്ക് ഞാൻ തിരിച്ചു വരാം. സാഹോദര്യം ഇസ്ലാമിൻ്റെ വലിയ മൂല്യമാണ് അല്ലേ. എത്രയോ ദൂരെ വഴിമാറി നിൽക്കേണ്ടോരേഴച്ചെറുക്കൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം ചെറ്റും പേടിക്കേണ്ട തമ്പുരാനെ. ഇതെങ്ങനെ ഉണ്ടായതാണ്? ആശാൻ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചെഴുതിയ ദുരവസ്ഥയിൽ പറയുന്ന കാര്യമാണ്. അത് മുസ്ലിം ആയ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ മമ്പറന്തങ്ങൾ ഇന്നാട്ടിൽ അധസ്ഥിതരോട് പറയുന്നത്, നിങ്ങൾ എച്ചിൽ തിന്നരുത് അല്ലേ. എന്താ കാരണം? മമ്പറന്തങ്ങളെ കാരണം വലക്കത് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. വറദഖ്നാഹും മിനത്ത് ത്വയ്യിബാത്ത്, അവരെ നല്ലത് ആഹരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശു, പോത്ത്, ആട്, കോഴി, ഇതൊക്കെ എന്ത് തിന്നാലും ദഹിക്കും. മനുഷ്യനെ അങ്ങനെ പഠിച്ചാൽ പോരായിരുന്നോ? ലോകത്ത് പട്ടിണി മാറ്റാൻ എന്ത് എളുപ്പമായിരുന്നു. കഴിവൊക്കെ ഉള്ളൂല് നല്ല ഭക്ഷണം കഴിച്ചാൽ മതി, ഇല്ലാത്തവർക്ക് വേസ്റ്റ് കൊടുത്താൽ പോരെ, പട്ടിണി പരിഹരിക്കപ്പെടുമല്ലോ. അത് ദഹിക്കുന്നൊരു ദഹനേന്ദ്രിയ വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നില്ലേ? ആരും പട്ടിണി കിടക്കൂലല്ലോ. അങ്ങനെ അല്ല വെച്ചിട്ടില്ല. വെക്കാതിരുന്നത് മനുഷ്യന് നൽകിയ ആദരവാണ്. നല്ലതേ നമ്മുടെ ശരീരം സ്വീകരിക്കുള്ളൂ. അള്ളാഹിൻ്റെ ഡിസൈനാണത്. അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ ഭാഗമാണ് ആ ഡിസൈൻ. ആ ഡിസൈൻ സ്വയം മനുഷ്യൻ ഡിഗ്നിറ്റിയുള്ള ഒരു ജീവിയാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ ആരെയും തമ്പിരാനെന്ന് വിളിക്കരുത് അല്ലേ. ജമ്മിത്തം കൊടികുത്തി വാഴുന്ന കാലത്ത്, ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് തമ്പിരാനെന്ന് വിളിക്കരുത്. എന്താ കാരണം? അള്ളാഹു അക്ബർ അല്ലേ. അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഭയങ്കര പേടി ആളുകൾക്ക്. അള്ളാഹുവാണ് വലിയവൻ, വേറെ ആരും വലിയവനല്ല അല്ലേ. ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വളരെ മാനവികമാണ്. മനുഷ്യനെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുന്നതാണത്. മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? മനുഷ്യൻ പലതിൻ്റെയും അടിമയാകുന്നു. രാജാവിൻ്റെ അടിമയാകും, വിഗ്രഹത്തിൻ്റെ അടിമയാകും, സ്വന്തം ഇച്ഛകളുടെ അടിമയാകും അല്ലേ. ഇങ്ങനെ മദ്യത്തിൻ്റെ അടിമയാകുന്നു, മയക്കുമരുന്നിൻ്റെ അടിമയാകുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ സൈബർ അടിമകളായിട്ട് മാറുന്നു അല്ലേ. മഹാനായ മുഹമ്മദ് ഖുതുബ് പറയുന്നുണ്ട്, ഒരു കാലത്ത് മനുഷ്യൻ അവൻ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ അടിമയായി, ഇപ്പോൾ അവൻ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ യന്ത്രങ്ങളുടെ അടിമയായിട്ട് മാറുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ആരുടെ അടിമയാകരുത്, അള്ളാഹുവിൻ്റെ മാത്രം അടിമയാവുക. ഇത് തിയോളജി ഓഫ് സ്ലൈവറിയാണ് എന്ന് കേരളത്തിലെ വലിയൊരു ബുദ്ധിജീവി അടുത്തൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇത് തിയോളജി ഓഫ് ലിബറേഷനാണ് അല്ലേ. നിങ്ങൾ അള്ളാൻ്റെ മാത്രം അടിമയാവുക എന്ന് പറഞ്ഞാൽ തിയോളജി ഓഫ് സ്ലൈവറി അല്ല, തിയോളജി ഓഫ് ലിബറേഷനാണ്. എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിമോചിതരാവുക എന്നതാണ്. അല്ലാതെ അത് അള്ളാൻ്റെ അടിമയാവുക, അത് സ്ലൈവറി അല്ല. ആ സ്ലൈവറി സ്വീകരിക്കുമ്പോഴേ നിങ്ങൾക്ക് സ്ലൈവറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിൻ്റെയെങ്കിലുമൊക്കെ അടിമയായിരിക്കും. ഓക്കെ. അപ്പോൾ സാഹോദര്യം, എല്ലാ മനുഷ്യരോടുമുള്ള സാഹോദര്യം അല്ലേ. ലോകത്ത് ഇസ്ലാം എല്ലായിടത്തും ഉയർത്തിപ്പിടിച്ചൊരു മൂല്യമാണിത്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയാണിത്. ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നതിൻ്റെ ഒരു നിമിത്തമാണിത്. ഇതാണ് മാറൂഫ്. ലോകത്ത് ജാതി വ്യവസ്ഥകൾക്കെതിരായ സാഹോദര്യത്തെ സ്ഥാപിക്കണം അല്ലേ. സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടാകണം. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പരിശോധിച്ച് നോക്കിയേ, അത് സ്ത്രീകളുടെ സുരക്ഷ ഉണ്ടാകാൻ ആവശ്യമായ നിയമമാണ്. സ്ത്രീയോട് പറഞ്ഞതും പുരുഷനോട് പറഞ്ഞതും അതിനുള്ള വ്യവസ്ഥകളാണ്. സ്ത്രീക്ക് സുരക്ഷ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇസ്ലാമിലെ സ്ത്രീ പുരുഷ സംബന്ധിയായ നിയമങ്ങൾ സ്ത്രീയെയും പുരുഷനെയും വാട്ടർ ടൈറ്റായ 2 കമ്പാർട്ട്മെൻറ്റുകളിൽ നിർപ്പിക്കാനുള്ള നിയമമല്ല. സ്ത്രീകൾ ഹിജാബ് ധരിക്കണം. എന്തിനാ? സ്ത്രീകൾ ഒരു അന്യപുരുഷനോടും ഇടപഴകുന്നില്ലെങ്കിൽ ഹിജാബ് ആവശ്യമില്ല. അപ്പോൾ ഹിജാബ് തന്നെ സ്വയം വിളിച്ചു പറയുന്നത് സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഇടപഴകേണ്ടി ഉണ്ടാകും. പക്ഷെ അതിൽ സ്ത്രീയും പുരുഷനും മര്യാദകൾ പാലിക്കണം. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ സ്പിരിറ്റ് എന്താണ്? സ്ത്രീകളുടെ സുരക്ഷ. സ്ത്രീകൾക്ക് നിർഭയമായി സമൂഹത്തിൽ ഇടപെടാനും പ്രവർത്തിക്കാനും കഴിയണം. അതാണ് മാറൂഫ്. അപ്പോൾ ഈ മൂല്യങ്ങളൊക്കെ ഓരോ സന്ദർഭത്തിലും എത്ര അളവിലാണോ സാക്ഷാത്കരിക്കാൻ കഴിയുക, ഓരോ സമൂഹത്തിലും, വിശ്വാസികൾ പോലുമല്ലാത്ത സമൂഹത്തിലും ഈ വാല്യൂസ് ഇതിനെ സ്ഥാപിക്കുക. ഇതാണ് നന്മയുടെ സമസ്ഥാപനം, തിന്മയുടെ വിപാടനം, അല്ലെങ്കിൽ ധർമ്മ സമസ്ഥാപനം, അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പോൾ നമസ്കാരം ദീനാണ്, നീതി ദീനാണ്. കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷ്യം വഹിക്കുക. നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുക. ഇപ്പം നീതി സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദീന് സ്ഥാപിക്കലാണ്. നമസ്കാരം സ്ഥാപിക്കുക എന്നത് ദീന് സ്ഥാപിക്കലാണ് എന്നതുപോലെ തന്നെ. അപ്പം നന്മകളെ സ്ഥാപിക്കുക, തിന്മകളെ വിഭാടനം ചെയ്യുക. ഇപ്പം രണ്ട് കാര്യം ഇത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്താണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മ പരിപാടികൾ എന്താണ്. മൂന്ന്, അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മശൈലി എന്താണ്, പ്രവർത്തന ശൈലി എന്താണ്. ഈ രണ്ട് കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് സ്ഥാപിക്കാൻ, ഈ ആദർശം പ്രബോധനം ചെയ്യാനും ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ സ്വീകരിക്കുന്ന കർമ്മശൈലി എന്ത് എന്നത് വളരെ പ്രധാനമാണ്. എന്നല്ല, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനം. ഒരാൾ എന്ത് ആദർശം പറയുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ആ ആദർശം പ്രബോധനം ചെയ്യാനോ നടപ്പിലാക്കാനോ നിങ്ങൾ ഏത് ശൈലി സ്വീകരിക്കുന്നു. കാരണം അതാണ് വേറൊരാളെ ബാധിക്കുക. നിങ്ങളുടെ ആദർശം ഇതാണ്, നിങ്ങൾ പ്രബോധനം ചെയ്യുന്നു, വേറൊരാളെ ബാധിക്കുന്ന കാര്യമല്ല. അത് ഇഷ്ടണ്ടേ കേട്ടാൽ മതി, കേട്ടിട്ട് ഇഷ്ടണ്ടേ സ്വീകരിച്ചാൽ മതി. നിങ്ങൾ ഈ ലോകത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ പണിയെടുക്കുന്നു, നിങ്ങൾ പണിയെടുത്തോളി, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഏത് ശൈലി സ്വീകരിക്കുന്നു എന്നത് വേറെ ആളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുസമൂഹം ഏത് സംഘടനയെക്കുറിച്ചും കൺസേൺഡ് ആകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പ്രവർത്തന ശൈലിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സംഘടന നാട്ടിൽ വർഗീയ സംഘർഷമുണ്ടാക്കുന്നതോ വർഗ സംഘടനമുണ്ടാക്കുന്നതോ ആയ ഒരു പ്രവർത്തന രീതിയും സ്വീകരിക്കുകയില്ല. സമാധാനപരവും രചനാത്മകവുമായ പ്രവർത്തന ശൈലിയാണ് സ്വീകരിക്കുക. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പൊതുസമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനാണത്. എന്ത് ആദർശമാവട്ടെ, അത് സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടാക്കാത്ത ഒരു ശൈലിയിൽ രചനാത്മകമായി സംഹാരാത്മകമായിട്ടല്ലാതെ ആയുധമെടുത്തിട്ടല്ലാതെ അത് പ്രബോധനം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിക്കേണ്ടവർക്ക് സഹകരിക്കാം, ഇല്ലാത്തവർക്ക് സഹകരിക്കാതിരിക്കാം. ജമാഅത്തെ ഇസ്ലാമി കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കേണ്ടാത്തവർക്ക് കേൾക്കാതിരിക്കാം. പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും ജമാഅത്തെ ഇസ്ലാമി ഒന്നും ആരുടെ പേരിലും അടിച്ചേൽപ്പിക്കുന്നില്ല. ആയുധമെടുത്ത് എന്ത് പ്രകോപനങ്ങൾ ഉണ്ടായാലും ആയുധമെടുത്ത് പ്രവർത്തിക്കുകയില്ല, അല്ലേ? ഇത് ജമാഅത്തെ ഇസ്ലാമി ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അതിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രവർത്തന ശൈലിയാണ്. പക്ഷെ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സംഘടനയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു റെഷുറൻസ്, ഏറ്റവും വലിയൊരു ഉറപ്പാണത്. പൊതുസമൂഹവും അതും തമ്മിലുള്ളൊരു ബോണ്ടാണത്, ഒരു കരാറാണത്. ഇത് മൗലാന അബുല്ലാല മൗദൂദി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പല ഘട്ടങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പരിവർത്തനം, ധാർമ്മിക പരിവർത്തനം, വിപ്ലവം, അത് ആയുധമെടുത്തുകൊണ്ട് സാധിച്ചുകൂടെ? മാത്രമല്ല, ചോദിക്കുന്ന കോണ്ടക്സ്റ്റ് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സായുധ സമരങ്ങളും സായുധ വിപ്ലവങ്ങളൊക്കെ നടക്കുന്ന അതിന് വലിയ ആകർഷണീയതയുണ്ടായിരുന്ന കാലത്താണ്. അദ്ദേഹം പറഞ്ഞത് 4 കാരണത്താൽ അത് സാധ്യമല്ല. ഒന്ന്, സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകുക എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിലാണ്. അങ്ങനെ ഉണ്ടാവുന്ന പരിവർത്തനങ്ങളെ നിലനിൽക്കുകയുള്ളൂ. ആയുധം ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു പരിവർത്തനം ഉണ്ടാക്കിയാൽ വേറെ അതിനേക്കാൾ കൂടുതൽ ആയുധമുള്ളൊരു കൂട്ടർക്ക് അത് ഉപയോഗിച്ചിട്ട് അതിനെ അട്ടിമറിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നാട് വിപ്ലവത്തിൻ്റെയും പ്രതിവിപ്ലവത്തിൻ്റെയും കളിത്തൊട്ടിലായിട്ട് മാറും. ഭയങ്കര അരാജകത്വം ഉണ്ടാവുക നാട്ടിൽ. മറ്റൊന്ന്, ആയുധം ഉപയോഗിച്ച് ഇത് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് കള്ളക്കടത്തുകാരുമായിട്ടും കരിഞ്ചന്തക്കാരുമായിട്ടും ഒക്കെ ബന്ധം പുലർത്തേണ്ടി വരും. അത് ധാർമ്മികമായി ശരിയല്ല. മൂന്നാമത്തത്, ആയുധമെടുക്കുന്നവർ ആദ്യം അത് എതിരാളികൾക്ക് നേരെ തിരിച്ചു വെക്കും, പിന്നെ സ്വന്തം സംഘടനയിലെ തന്നെ എതിരഭിപ്രായക്കാർക്ക് നേരെ തിരിച്ചു വെക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു അധിനിവിഷ്ട പ്രദേശത്ത് ഈ തത്വം ബാധകല്ല. ഇസ്ലാമിക ജമാഅത്തിൻ്റെ മാത്രം പ്രത്യേകതയിൽ ഇസ്ലാമിക ശരീഅത്ത് അധിനിവിഷ്ട സ്ഥലങ്ങളെയും അല്ലാത്ത സ്ഥലങ്ങളെയും ഇക്കാര്യത്തിൽ വേർതിരിക്കുന്നുണ്ട്. അവർക്ക് സായുധ പോരാട്ടത്തിനുള്ള അവകാശമുണ്ട്. അത് വേറെ അർത്ഥത്തിൽ ഇന്നത്തെ UN ലിബറൽ പൊളിറ്റിക്കൽ എത്തിക്സ് പോലും അംഗീകരിക്കുന്നതാണ്, UN പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. ഇതിൽ ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല, ഇതാണ് ഇസ്ലാമിൻ്റെ പ്രവർത്തന ശൈലി. അതിൽ ജമാഅത്തെ ഇസ്ലാമി അതിൽ എല്ലാ കാലത്തും ഉറച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ഇതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മപരിപാടികൾ ഇതാണ്, കർമ്മശൈലി ഇതാണ്. ഇത് 3ഉം നമ്മൾ സമൂഹത്തോട് പറയുക. ഇതിൽ യോജിപ്പുകൾ വിയോജിപ്പുകൾ ഏത് ആദർശത്തിൻ്റെ കാര്യത്തിലും യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാവും, കുറച്ച് യോജിക്കുന്നവരും കുറച്ച് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതൊരു സമൂഹത്തിന് അപകടകരമായ ഒരു ഘടകവും ഇതിലില്ല എന്ന് നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും. 4മത്തത് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജമാഅത്തെ ഇസ്ലാമി ഈ ഇതിൽ നിന്നുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആളുകൾക്ക് പല രീതിയിൽ ഇതിനോട് സഹകരിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെ ഒരാൾക്ക് സ്വീകരിക്കാം. ഇതൊട്ടും വർഗീയമല്ല, വംശീയമല്ല, ഏതോ ഒരു സമുദായത്തിൻ്റെ ആദർശത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്.
ഏതൊരു കുടുംബത്തിൻ്റെ ആദർശത്തെക്കുറിച്ചല്ല, ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ആദർശമാണ്, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നൊരു ആദർശമാണ്. അത് ഓപ്പണാണ് അല്ലേ, ഇത് വംശീയമല്ല, ആർക്കും ഇതിലേക്ക് കടന്നു വരാം. ഏതൊരു വംശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ കാര്യമല്ല ഈ പറയുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ കടന്നു വരുന്നില്ല, ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ നമ്മൾ മാനിക്കുന്നു, കാരണം ഇതിൽ ബലപ്രയോഗമില്ല എന്നുള്ള ഇതിൻ്റെ തന്നെ തത്വമാണ്. ഇതിൽ എന്തിനോടാണോ നിങ്ങൾക്ക് യോജിക്കാവുന്നത് അതിൽ നിങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാം. നാട്ടിൽ സാഹോദര്യം ഉണ്ടാക്കണം, ജാതി വ്യവസ്ഥ ശരിയല്ല, ശരി, അത് നമ്മുടെ ഒരു പ്രവർത്തന പരിപാടിയാണ്, നിങ്ങൾക്ക് അതിൽ ഇതിനോട് യോജിക്കാം. നാട്ടിൽ സൗഹൃദാന്തരീക്ഷം ഉണ്ടാകണം, കാരണം മനുഷ്യർ അടിസ്ഥാനപരമായി ആദരിക്കപ്പെട്ടവരാണ്. മാനവികമായ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക, അത് നമ്മുടെ പ്രവർത്തന പരിപാടിയാണ്, നിങ്ങൾക്കതിൽ യോജിക്കാം. ഇനി പിന്നെ സമാധാനം അല്ലേ, സംഘർഷങ്ങളില്ലാതിരിക്കുക, മനുഷ്യർക്ക് പരമാവധി സമാധാനപരമായ ജീവിതം ഉണ്ടാകുക, നമ്മുടെ പ്രവർത്തന പരിപാടിയാണ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, നമ്മുടെ പ്രവർത്തന പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതാവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്ക് ജീവിതാവശ്യങ്ങൾ ലഭ്യമാക്കുക, നമ്മുടെ പരിപാടിയാണ്, അതിൽ നിങ്ങൾക്ക് സഹകരിക്കാം. പലിശ ഒരു വലിയ സാമ്പത്തിക ചൂഷണ വ്യവസ്ഥയാണ്, പലിശയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളും സംവിധാനങ്ങളും നമ്മുടെ പരിപാടിയാണ്, നിങ്ങൾക്ക് അതിൽ യോജിക്കാം. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് നമ്മുടെ പരിപാടിയാണ്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് പലതരത്തിലുള്ള, ഇനി ഇസ്ലാമിൻ്റെ മതപരമായ പ്രവർത്തനങ്ങൾ, പള്ളിയും മദ്രസയും ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് യോജിക്കാം. ഇങ്ങനെ ഇതിൻ്റെ ബഹുമുഖമായ പ്രവർത്തനങ്ങളിൽ എന്തിനോടാണോ നിങ്ങൾക്ക് യോജിക്കാവുന്നത് അതിൽ നിങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ഈ പ്രസ്ഥാനം സന്നദ്ധമാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ആദർശം, മറ്റൊന്ന് നമ്മുടെ കർമ്മപരിപാടികൾ, ഒന്ന് നമ്മുടെ കർമ്മശൈലി, 4 മനുഷ്യർക്ക് ഇതിൽ എന്തിനോടാണോ യോജിക്കാവുന്നത് അതിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള വളരെ വിപുലമായ സാധ്യതകളാണ് ഈ പ്രസ്ഥാനം തുറന്നു വെക്കുന്നത്. നിങ്ങളിതിൻ്റെ ഒരു വിമർശകനാണ്, ഓക്കെ, നിങ്ങളുടെ വിമർശനം കേൾക്കാൻ ഈ പ്രസ്ഥാനം സന്നദ്ധമാണ്. നിങ്ങൾക്ക് എന്താണോ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത് അത് കേൾക്കാനും അത് വളരെ മര്യാദയിൽ കേൾക്കാനും അതിനോട് ആശയപരമായ സംവാദങ്ങൾ നടത്താനും ഈ പ്രസ്ഥാനം സന്നദ്ധമാണ്. കാരണം അത് ഖുർആൻ്റെ അധ്യാപനമാണ്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് അല്ലേ, ഇഹ്സാനല്ല ഹസനല്ല അഹ്സനാണ്, ഏറ്റവും നല്ല നിലയിൽ അവരുമായി സംവാദങ്ങൾ നടത്തുക. സംവാദം എന്നത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമാണ്, അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരമാണ്. ഇതിനോട് ആശയപരമായി വിയോജിക്കുന്നവരോട് അത്തരം സംവാദങ്ങൾ നടത്താൻ ഈ പ്രസ്ഥാനം സന്നദ്ധമാണ്. അസ്സലാമു അലൈക്കും.